നിഞ്ച കാമുയി എപ്പിസോഡ് 3 തുടങ്ങുമ്പോൾ കുറച്ച് പേര് മരിച്ചു കിടക്കുന്നത് കാണിക്കും, കുറച്ച് പേര് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും കാണിക്കും. ഈ മൊട്ടത്തലയും യൂറോപ്പിലെ ഏതോ ഒരു പൊളിറ്റീഷ്യനാണ്. ഇയാളെ കൊല്ലാനാണ് ആരോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കൈകൾ പിറകിൽ നിന്ന് വന്ന് എല്ലാവരെയും പിടിച്ച് ഞെരിക്കും. അങ്ങനെ കാർ ക്രാഷായി പൊട്ടിത്തെറിക്കും. ഇതെല്ലാം ചെയ്തത് ഈ വലിയ തലയുള്ള നിഞ്ചയാണ്. ഇവന്റെ പേരാണ് ലിൽ. ഡോർഫിസോ ഉള്ളത് കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ടെക്നോളജിയും കൂടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇവൻ. എന്തായാലും നല്ല പവർഫുൾ ആണെന്ന് തോന്നുന്നു. കാരണം നായകനെ കൊല്ലാൻ മാസ്റ്റർ നേരിട്ട് വന്നാണ് ഇവനോട് പറയുന്നത്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിഞ്ചേഴ്സിൽ ഒരാളായിരുന്നു ഹിഗാൻ എന്ന് പറയുന്നുണ്ട്. ഹിഗാന് ഒരുപാട് ഫൈറ്റിംഗ് ടെക്നീക്സ് ഒക്കെ അറിയാം. അതുപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ ഹിഗാൻ മരിക്കാതിരുന്നത് അവൻ്റെ സീക്രട്ട് ആർട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ്. അത് പഴയകാലത്തെ നിഞ്ചേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുമായിരുന്നൊരു കാര്യമാണ്. ആ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ റീപ്പർ എന്ന് പേരുള്ള ഒരാളെ കാണിക്കും. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം മാസ്റ്റർ സായ് എന്ന് വിളിച്ചത് ഇയാളെയാണ്. ഓർഗനൈസേഷൻ വിട്ടുപോയ ഇയാളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് പേര് ഇയാൾ കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റീപ്പർ എന്ന് വിളിക്കുന്നത്. സായ് മറ്റൊരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. അവൻ അയാളെ വളരെ ഈസി ആയിട്ട് തന്നെ കൊല്ലുന്നുമുണ്ട്. പിന്നെ ഹിഗാനെ പറ്റി പറയുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവർ തമ്മിൽ എന്തോ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന്. ഹിഗാനെ കൊല്ലുന്നതിൽ ഫെയിലായി എന്ന് മറ്റേ ആൾ പറയുന്നുണ്ട്. അത് ഫസ്റ്റ് എപ്പിസോഡിലെ കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇവർ തമ്മിൽ പണ്ടെപ്പോഴെങ്കിലും കാര്യമായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവാം. കാരണം മാസ്റ്റർ ഹിഗാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സായിയെ ഫോർബിഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തക്കതായ കാരണം ഉണ്ടാവും. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം കുറച്ച് പേര് വന്നിട്ട് ഒരു റോക്കറ്റ് ലാഞ്ചർ ഉപയോഗിച്ച് റെസ്റ്റോറൻറ്റ് തകർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കുള്ള കുറ്റവാളികളെ പിടിക്കുന്നതിന് പകരം ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായ ആളിനെ ഒരു ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. ഇത് മൈക്കിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ വില്ലന്മാർക്ക് നല്ല പിടിപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതിനുശേഷം മൈക്ക് ഹിഗാനെ പോയി കാണുന്നു. ഈ രഹസ്യങ്ങളുടെ എല്ലാം ചുരുളഴിക്കാൻ വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. അതിനുശേഷം യമയും വരുന്നുണ്ട്. മൈക്കിൻ്റെ ആവശ്യപ്രകാരം യമ ഔസ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് കുറച്ച് റീസർച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. നിഞ്ചാസ് ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് എല്ലാം ഓസ ഉണ്ടാക്കിയതാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുമാത്രമല്ല ഓസയ്ക്ക് എതിരെ നിന്നിട്ടുള്ള എല്ലാവരും പലപ്പോഴായി മരിച്ചിട്ടുമുണ്ട്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ മരിച്ച ആളും ഓസയെ പോലുള്ള ഫോറിൻ കമ്പനീസിനെ എതിർത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് അയാളെ കൊന്നത്. ഇതേ സമയം മാസ്റ്റർ യാമാജി ജോസഫ് എന്ന് പറയുന്ന ആളെ കാണാൻ പോകും. ഓസയുടെ തലപ്പത്തുള്ള ഒരാളാണ് ഈ ജോസഫ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം വന്ന ആളുകൾ ഇവന്റെ ടീമിലുള്ളതാണ്. വെപ്പൺസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഓർഗനൈസേഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് മാസ്റ്റർ അവന് വാർണിംഗ് കൊടുക്കും. ഹിഗാനും മറ്റവരും ഇപ്പോഴും കാറിനകത്തിരുന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു നിഞ്ച കാറിന്റെ പുറത്തുനിന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ കാർ എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്കും. പക്ഷേ കാർ ക്രാഷായി മൈക്കിന്റെയും എമ്മയുടെയും ബോധം പോകും. ആ സമയം ഹിഗാൻ ആ നിഞ്ചയുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ കൊല്ലും. ഇതെല്ലാം ലിൽ എന്ന് പറയുന്നവൻ നിഞ്ചയുടെ ദേഹത്തുണ്ടായിരുന്ന ക്യാമറ വഴി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കാർ ക്രാഷായ സ്ഥലത്ത് ആംബുലൻസ് പോലീസും ഒക്കെ എത്തിയിട്ടുണ്ട്. മൈക്കും എമ്മയും സേഫാണ്. അവർ സേഫ് ആണെന്ന് കണ്ടതിന് ശേഷം ഹിഗാൻ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോൾ അവന്റെ ഫോണിൽ ഒരു കോൾ വരും. ഫൈനലി നമുക്കിനി സംസാരിക്കാം ഹിഗാൻ എന്നാണ് കോൾ ചെയ്ത ആൾ പറയുന്നത്. എന്തായാലും ഇത് കേട്ട് ഹിഗാൻ ചെറുതായിട്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ആരാണ് വിളിച്ചതെന്ന് ഹിഗാന് മനസ്സിലായിട്ടുണ്ടാവണം. മിക്കവാറും അത് സായി ആവാനാണ് ചാൻസ്. ഹിഗാനെ ഫൈറ്റ് ചെയ്യാൻ പാടില്ലെന്ന് മാസ്റ്റർ വിലക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സായിക്ക് ഹിഗാന്റെ അടുത്ത് കാര്യമായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആരും അറിയാതെ ഹിഗാനെ വന്ന് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യും. എന്തായാലും ആര് വിളിച്ചു, എന്തിനു വിളിച്ചു എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ അറിയാം. അതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം.